അങ്ങനെ ഞങ്ങൾ ആ കുന്നിറങ്ങി ഓഫീസിൻ്റെ മുൻവശത്തെത്തി. ആ തിരുമറ്റത്ത് ഒട്ടേറെ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭക്തർ. ഞങ്ങൾ ആ ഓഫീസിൻ്റെ വാതിക്കൽ നിന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചു, മഠാധിപതി? അതെ, അദ്ദേഹം മുറിയിലുണ്ട്. ഞങ്ങൾ കാത്തു നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കതക് തുറക്കപ്പെട്ടു. സ്വാമിയുമായി സംസാരിച്ചിരുന്ന 4-5 ആൾക്കാർ പുറത്തേക്ക് പോയി. കതക് വീണ്ടും അടഞ്ഞു. അല്പസമയത്തിനുള്ളിൽ വീണ്ടും ആ കതക് തുറന്നു. അതാ മഠാധിപതി, ശിവഗിരി മഠാധിപതി പുറത്തേക്ക് നടത്തുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൈകൊപ്പി അദ്ദേഹത്തെ വണങ്ങി. അദ്ദേഹം വന്ന് സൈഡിലുണ്ടായിരുന്ന ഒരു കസേരയിലിരുന്നു. അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും ഒന്ന് നോക്കി. പെട്ടെന്ന് അരിസാർ പറഞ്ഞു, സ്വാമി, ഞങ്ങൾ അങ്ങയെ കാണുവാനാണ് വന്നത്. ഈ നിൽക്കുന്ന രാജു ഗുരുദേവനെ കുറിച്ചൊരു കഥാപ്രസംഗം എഴുതിയിട്ടുണ്ട്. അത് അങ്ങയുടെ തൃക്കൈയിൽ തരുവാനും അങ്ങയെ അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് അതിനൊരു അഭിപ്രായം പറയുവാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്നും ഡോക്ടർ ആനന്ദരാജ് തന്ന കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി കവർ തുറന്ന് കത്തെടുത്ത് വായിച്ചു കുറച്ച് നിമിഷം. അത് കഴിഞ്ഞ് ഞാൻ തൊഴുകയോടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഥാപ്രസംഗത്തിൻ്റെ കോപ്പി ആ തൃക്കൈയിൽ കൊടുത്തു. എന്നിട്ട് ആ പാദം തൊട്ട് നമസ്കരിച്ചു. ഇതിനിടയ്ക്ക് രസകരമായ ഒരു സംഭവം ഉണ്ടായി. സ്വാമിജിയുടെ ഇടതുവശത്താണ് ഹരിസാർ നിന്നത്. പുള്ളി കൂടെ വന്ന വിനോദ് ഡ്രൈവറോട് ഫോട്ടോ 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 എന്ന് 2-3 വട്ടം പറഞ്ഞു. സ്വാമി ആ ശിരസ്സൊന്ന് ചരിച്ച് ഹരിസാറിനെ നോക്കിയിട്ട് പറഞ്ഞു, താനെന്താടോ ഫോട്ടോ എടുക്കാനാണോ വന്നത്? എല്ലാവരും ചിരിച്ചുപോയി. പിന്നീട് ആ കോപ്പിയിലേക്ക് അദ്ദേഹം നോക്കി. ഓരോ താളും ശ്രദ്ധയോടെ മറിച്ച് ഒരു 10 നിമിഷം കൊണ്ട് അദ്ദേഹം അതിങ്ങനെ മറിച്ച് നോക്കി. ഒടുവിൽ പറഞ്ഞു, ഞാൻ ഇതൊന്ന് വായിക്കട്ടെ, ഒരു 2 ആഴ്ച സമയം, അത് കഴിഞ്ഞിട്ട് ഞാൻ വിവരം തരാം. ഹരിസാർ പറഞ്ഞു, സാറപ്പോൾ അങ്ങയുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ നമ്പർ എഴുതിക്കോളൂ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നമ്പരും തന്നു. മാത്രമല്ല അടുത്തുണ്ടായിരുന്ന ആ പാത്രത്തിൽ നിന്നും ഞങ്ങൾക്ക് പ്രസാദവും തന്നു.